ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങളാണ്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചി അപ്ഡേറ്റ്സ് ഒന്നും പറഞ്ഞില്ലല്ലോ, കൃഷിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയൊരു കൃഷിക്കാരിയൊന്നും അല്ല. ഞാൻ യൂട്യൂബിലും അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ടിപ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ആകെ ചെയ്തേക്കണ ഈ ഒരു ചെത്തിയും തുളസിയും, ഇത് രണ്ടുമാണ് എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഒരു കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്, പക്ഷേ അതിനൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്, ഇപ്പോഴും റെൻറ്റിനാണ് താമസിക്കുന്നത്. ഇപ്പോൾ റെൻറ്റിന് താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത്തിരി ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യം നട്ടതാണ് കേട്ടോ. ഇതൊക്കെ തൈ തന്നതും പിന്നെ നമ്മുടെ വീട്ടിലുള്ള വിത്തുകൾ ഉണ്ടാവില്ലേ, മുളകിൻ്റെ വിത്തും മത്തൻ്റെ വിത്തും പപ്പായ എനിക്കൊരു ചേച്ചി തന്നതാണ് കേട്ടോ തൈ. ബാക്കിയൊക്കെ ഞാൻ വിത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാന്താരി മുളകുണ്ട്, നമ്മുടെ പച്ചമുളകുണ്ട്, പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള വിത്തുകൾ സ്വരുക്കൂട്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിത്ത് എന്നിട്ടുണ്ടെങ്കിൽ വലിയ വളർച്ചയില്ല, വളർന്ന് പിടിച്ച് നിൽക്കുന്നുണ്ടെന്നല്ലാണ്ട് ഒരു മാസമായിട്ടും വലിയ ഒരു ഗുമ്മൊന്നുമില്ല കേട്ടോ. ബാക്കി നമ്മൾ ഇപ്പോൾ നല്ല ഇനം വിത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്, പെട്ടെന്ന് കായ്ഫലമൊക്കെ തരും കേട്ടോ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു സ്റ്റോറിയിൽ നിന്ന് തന്നെ 10 ഇനം വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ല വളർച്ചയുണ്ട്. ഞാൻ ഈ കുക്കുംബർ, പിന്നെ സെൻറ്റിമീറ്റർ പയർ, കുറ്റിപ്പയർ, പാവക്ക, ചീര, അതൊക്കെ അത്യാവശ്യം നല്ല വിത്തുകളായിരുന്നു. അങ്ങനെ വാങ്ങിച്ച വിത്തുകൾ അത്യാവശ്യം നന്നായിട്ട് വളർച്ചയുണ്ട്, കായ്ഫലം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞി വെണ്ടക്ക തൈയാണ്, അതിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വലിയൊരു വളർച്ചയൊന്നുമില്ല, അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഇത്തിരി കൂടി വ്യത്യാസമാണ് കേട്ടോ, ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചീരയൊക്കെ ഞാൻ ഫസ്റ്റ് വിളവെടുപ്പ് അത്യാവശ്യം നന്നായിട്ട് എടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഗാർഡൻ നെറ്റ് അതേപോലെ ഗ്രോ ബാഗ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഗ്രോ ബാഗ് വൈറ്റ് കളറും അതേപോലെ ഗ്രീൻ കളറ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ പോവുകയാണെന്നെങ്കിൽ വൈറ്റിനെക്കാട്ടും ഇത്രയും നല്ലത് ഗ്രീൻ കളറാണ് കേട്ടോ. ഇത്തിരി ക്വാളിറ്റി ഉണ്ടാവും, കുറച്ച് നാളും കൂടി ലാസ്റ്റ് ചെയ്യും. ഇത്തിരി നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രോ ബാഗാണ്. വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇതായി പോകും. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഗ്രീൻ തന്നെ വാങ്ങിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചീര, പിന്നെ പീച്ചിങ്ങ, പാവക്ക, കോവക്ക, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വഴുതനങ്ങ, കപ്പ, വെണ്ടക്ക, തക്കാളി, മല്ലിയില, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സൈഡിൽ മൊത്തം. ഇതിൽ വെണ്ടക്കൊക്കെ ആകുന്നുണ്ട്. ഈ ഒരു ഗ്രോ ബാഗിൽ നട്ട വെണ്ടക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതേപോലെ വഴുതന നന്നായിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. വഴുതനയിൽ പൂങ്കായൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ തക്കാളിക്കാണെങ്കിൽ എൻ്റെ തക്കാളിയും വലിയ രീതിയിൽ പിടിച്ചിട്ടില്ല, റെഡിയായി വരുന്നേ ഉള്ളത്. റെഡിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളത് വീഡിയോയിൽ.